ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറച്ച് കരിമീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തീറ്റയെന്ന് പറയുന്നത് ഗോതമ്പ് പൊടി, മഞ്ഞപ്പൊടി, അതുപോലെ കുറച്ച് പഞ്ചസാര അവിടെ മിക്സ് ചെയ്തതാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹുക്ക് എന്ന് പറയുന്നത് കാർബൺ ഹുക്കാണ്, നമ്പർ 5. അതുപോലെ ലൈൻ സൈസ് വരുന്നത് 0.25 mm ആണ്. കുറച്ച് തീറ്റ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെറിയൊരു ഇതിൽ എടുത്തിട്ട് ഹുക്ക് ഫുള്ള് കവർ ചെയ്തൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ അത്യാവശ്യം വലിയ കരിമീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. സീസണാണിപ്പോൾ. ഇപ്പോൾ ഏപ്രിൽ മാസം ആയതുകൊണ്ട് കരിമീനൊക്കെ തീറ്റയൊക്കെ എടുത്ത് തുടങ്ങുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം തീറ്റ കോർക്കാൻ നേരത്ത് ഇതുപോലെ ഹുക്ക് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാൻ നോക്കി. ഇപ്പോൾ കായല കരിമീനായതുകൊണ്ട് ഇതുപോലെ കോർക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. നമുക്ക് എന്തായാലും കാണുന്ന കല്ലിൻ്റെ അവിടെയൊക്കെ പോയി ഇട്ട് നോക്കാം. അവിടെ അത്യാവശ്യം ഡെപ്തുള്ള സ്ഥലമാണ്. അവിടെ വലിയ കരിമീനും കാര്യങ്ങളൊക്കെ നിൽക്കാറുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടാറുള്ള നമുക്ക് എന്തായാലും പോയി ട്രൈ ചെയ്യാം. ഇടുന്നതിന് മുന്നേ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്തുള്ള മീനും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് തീറ്റ ഇതുപോലെ പൊടിച്ച് അവിടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആ മീനൊക്കെ അവിടെ തന്നെ നിന്നോളും. നമ്മളിടുമ്പോൾ തന്നെ ചെറിയ കരിമീൻ വെള്ളത്തേക്ക് കൊത്തി നമ്മുടെ തീറ്റയൊക്കെ കൊത്തി കളയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടുന്ന സൈസ് കുറച്ച് കൂട്ടി, അതായത് നമ്മുടെ തീറ്റയുടെ സൈസ് കുറച്ചുകൂടെ വലിയ ബോളാക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ ആ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കരിമീനത്തിൻ്റെ ചെറിയൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയൊക്കെ വലിക്കുന്നുണ്ട്. വലിയ കരിമീനാണ് കേട്ടോ. രാവിലെ തന്നെ ഇതുപോലെ നമ്മൾ വരുമ്പോൾ തന്നെ വലിയ കരിമീനെ കിട്ടുവാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് മടിയൊന്നും കാണില്ല. ഫുള്ള് ഇടാനായിട്ടുള്ള നല്ല മൂടായിരിക്കും. ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള കരിമീനെ കിട്ടിയിരുന്നത്. അധികം നേരം ആയിട്ടില്ല നമ്മൾ വന്നിട്ട്, ഇട്ട് കുറച്ച് നേരം ആയപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മളെ കൈപ്പത്തിയുടെ വലിപ്പമൊക്കെ ഉണ്ട്. ഇത് നമ്മൾ വലയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിനെ ജീവനോടെ തന്നെ നമുക്ക് കൊണ്ടുപോകണം. ഇതിനെ നമ്മൾ അൺഹുക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവന്ന് വലയുടെ അകത്തിട്ട് വെക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ചധികം കരിമീൻ കിട്ടിയായിരുന്നു. ഇതിനെ പിടിച്ച് വിൽക്കാമെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ജീവനോടെ കിട്ടുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. അടുത്ത ദിവസം എടുത്തിട്ട് കറി വെക്കും. ഇതാണ് സാധാരണ വീട്ടിൽ സംഭവിക്കാറുള്ളത്. എന്തായാലും ഇതിനിപ്പോൾ ജീവനോടെ തന്നെ പിടിച്ചുകൊണ്ട് പോകാം. പറ്റുവാണെങ്കിൽ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കാം. നമ്മൾ അതിനെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കായലൊക്കെ നല്ല സൈലൻ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇടാനായിട്ട്. സാധാരണ വെള്ളമൊക്കെ പോകുമ്പോൾ അതിൻ്റെ തിരയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ഒഴുക്കം ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ ഇന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഉള്ള ഗ്യാപ്പിൽ ഇട്ടിട്ട് മാക്സിമം കിട്ടണമൊക്കെ പിടിച്ചെടുക്കാൻ നോക്കാം. ചെറിയ കരിമീൻവെള്ളത്തേക്ക് നമ്മൾ അടുത്തൊക്കെ നടക്കുന്നത് കാണാം കേട്ടോ. വെള്ളത്തിൻ്റെ മേലോട്ട് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ കുറച്ച് വലിയ തീറ്റയായിട്ട് ഇടുന്ന, കുറച്ച് വലുതുണ്ടെങ്കിൽ അതിനെ പിടിക്കാൻ നോക്കാം. ചെറുതിനെ തീരെ ചെറുതിനെ വെറുതെ പിടിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അടുത്തത് രണ്ടാമത്തെ കിട്ടിയിട്ടുണ്ട്. മീഡിയം സൈസാണ് കേട്ടോ. മീഡിയം അല്ല, ചെറിയ സൈസാണ്. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൗൾ ഹുക്കാണ് കേട്ടോ. അതിൻ്റെ വായിലല്ല ഹുക്ക് കയറിയിരിക്കുന്നത്, അതിൻ്റെ കണ്ണിലാണ് കയറിയിരിക്കുന്നത്. ഇതുണ്ടോ? അടുത്തതിന് വേണ്ടി നമ്മൾ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ ചൂണ്ടയൊക്കെ അവിടെ കല്ലിലൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. അവിടെ നിലത്ത് പാറക്കല്ലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ ഉടക്കി കിടക്കുക. നമ്മൾ ചൂണ്ടയുടെ വടി കൊണ്ട് നമ്മൾ മാക്സിമം അതൊക്കെ ഒന്ന് എടുക്കാൻ നോക്കി, പക്ഷെ നടക്കാനില്ല. ഈ സൈഡിൽ മാത്രമേ ഇത്രയും ഡെപ്തുള്ളൂ. അങ്ങോട്ടേക്ക് മാറി കഴിയുമ്പോഴത്തേക്കും നല്ല താഴ്ചയിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കല്ലിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇനി ഇവിടെ നമ്മൾ വരാൻ നേരത്തെ എക്സ്ട്രാ ഹുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പൊട്ടിച്ചെടുത്ത്, പിന്നെ നമ്മൾ സ്ഥലവും മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എവിടെ ഇട്ടാലും നമ്മൾ ഇതുപോലെ കുറച്ച് ആദ്യമേ നനക്കി കൊടുത്ത് കുറച്ച് തീറ്റയൊക്കെ അവിടെ എറിഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ഇടുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഇട്ട് നോക്കാം. ഇവിടെ മരവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹുക്കപ്പ് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് മിസ്സായി പോയത്, അതാണ് നമ്മുടെ ചൂണ്ടയിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട്. ചെറിയ കരിമീനായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇടയ്ക്ക് വലുതിനെയൊക്കെ പിടിച്ച് നമ്മൾ സൈഡ് വരെ വലിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ ചൂണ്ട ഊരി പോകാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് വലിയ പ്രശ്നമില്ല. അടുത്തൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കരിമീനാണ് കേട്ടോ, ചെറുതല്ല, മീഡിയം സൈസാണ് കിട്ടിയേക്കുന്നത്. ഇതുണ്ടോ? ഇതിനെ നമ്മൾ നമ്മുടെ വലയിടത്തൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്തതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് ചെറുതാണ്, ചെറിയൊരു കരിമീനായിട്ടിരിക്കുന്നത്. കരിമീൻ പള്ളത്തി. വലയും കാര്യങ്ങളൊക്കെ നേരെ ബാക്ക് സൈഡിൽ തന്നെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അവിടെ തോടുണ്ട്. അപ്പോൾ തോട്ടിലോട്ടാണ് നമുക്ക് നേരത്തെ കിട്ടിയ മീനുകളാക്കിയിട്ട് വെച്ചേക്കുന്നത്. നമുക്ക് കിട്ടുന്ന മീനിനൊക്കെ ഇതുപോലെ വലയിലാക്കി നമ്മൾ ഇടുന്നതിൻ്റെ അടുത്ത് തന്നെ വെച്ചാൽ ചിലപ്പോൾ മീൻ പേടിച്ചിട്ട് തീറ്റയൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ മാറ്റി വെച്ചേക്കുന്നത്. മീനെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മീൻ സ്ലിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ
നമ്മൾ ചൂണ്ടൊന്നും ഊരാത്തത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് മിസ്സായി പോയില്ല, തോട്ടിലേക്ക് നേരെ വീണത്. നമ്മൾ തിരിച്ച് അതിനടുത്ത് കരയിലിട്ടപ്പോഴത്തേക്കും തന്നെ അത് അൺഹുക്കായിട്ടുണ്ട്. നമുക്കത് ഭാഗ്യമുള്ളതുകൊണ്ട് കിട്ടിയതാണ്. നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ചെറിയ കരിമീനൊക്കെ കൊത്തി ഈ തീറ്റ കളയുന്നുണ്ട്. തീരെ ചെറിയ കരിമീൻ പിള്ളത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീറ്റയുടെ സൈസൊക്കെ കുറച്ച് കൂട്ടിയായിട്ട് ഇട്ടേക്കുന്നത്. അതാകുമ്പോഴത്തേക്കും ചെറുത് അങ്ങനെ അത്ര പെട്ടെന്ന് കൊത്തി കളയില്ല, വലുതൊക്കെ ഉണ്ടാക്കി കയറി പിടിച്ചോളും. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു മീഡിയം സൈസ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസാണ്. ലെഫ്റ്റ് സൈഡിൽ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു പയ്യൻ അവിടെ നിന്ന് ചൂണ്ടേറുന്നുണ്ട് കേട്ടോ. അവൻ വറ്റ പിടിക്കാൻ വേണ്ടി ഇടുന്നതാണ്. ഇപ്പോൾ വറ്റയുടെ സീസണാണ്. ഇപ്പോൾ കടലിലെ വറ്റയ്ക്ക് ഇവിടെ കായലിൽ ഉപ്പ് വെള്ളമായപ്പോഴത്തേക്കും കായലിലോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മീനിട്ട് വെച്ചാൽ തോട്ടിലൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കിടന്നത് വെട്ടുന്നുണ്ട്. വറ്റ കിടന്നെങ്കിലും ഇവിടെ വറ്റ കയറിയിട്ടുണ്ടെന്ന് ഇട്ട് കൊടുക്കാറുന്നില്ലേ, ഈ തോട്ടി കിടന്ന് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പുറത്തോട്ട് കിട്ടും. ഈ വറ്റയൊക്കെ നമ്മുടെ കരിമീനൊക്കെ പോലെ ഒരു ഏരി തിരിച്ച് നിൽക്കുന്നതല്ല കേട്ടോ. അതിങ്ങനെ കായലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് നടക്കും. ഈ ചെമ്മീനൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പോയി വെട്ടി അങ്ങനെയൊക്കെ നടക്കുന്ന മീനാണ് അത്. ഓടി നടക്കുമായിരിക്കും, ചാൻസ് കുറവ്. എന്നാലും അടുത്തിട്ട് കൊടുത്താൽ കിട്ടും. ഇപ്പോൾ ഈ തോട്ടിൽ കയറി വന്നേക്കുന്ന ചെറിയ വറ്റയാണ് കേട്ടോ. പക്ഷേ കായലിൽ അത്യാവശ്യം വലിയ വറ്റയൊക്കെ കിട്ടാറുണ്ട്. ഏകദേശം 1/2 കിലോ 3/4 കിലോ ഒക്കെയുള്ള വറ്റയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ അതൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടേക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വലുതൊക്കെ കിട്ടണ റയറായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുവാണെങ്കിൽ എന്തായാലും അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടേക്കാം. നമുക്ക് അടുത്തൊരു കരിമീനത്തിൻ്റെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള കരിമീനാട്ടാ. ഈ കാണുന്ന എത്രയേ ഉള്ളൂ, ചെറുതാണ്. നമുക്കെന്തായാലും കായലിൽ ഇട്ട് നോക്കാം. പക്ഷേ കായലിൽ കുറച്ച് ഒഴുക്കൊക്കെ കൂടിയിട്ടുണ്ട്. നമ്മൾ ഇടുന്ന ചൂണ്ട അവിടെ നിലത്ത് ഒരു നിൽക്കുന്നില്ല, ഇങ്ങനെ പതിയെ അങ്ങോട്ട് ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത്യാവശ്യം ഒഴുക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കരിമീനത്തിന് ഇടാനായിട്ട് കുറച്ച് പാടായിരിക്കും. നമ്മളതുകൊണ്ട് തീറ്റയുടെ സൈസൊക്കെ കുറച്ച് വലുതാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒഴുക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. വള്ളക്കാരൊക്കെ കായലിൽ കൂടെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഈ കക്കയുടെ പണി കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ്. അവർ എഞ്ചിൻ വെച്ച വെള്ളമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തിരയും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഒഴുക്കും തിരയും കൂടെയൊക്കെ വരാൻ നേരത്ത് നമുക്ക് കരിമീൻ പിടിക്കൽ കുറച്ച് പാടാണ്. നമുക്ക് ഒരു ചെറിയൊരു പള്ളത്തിനെ കിട്ടിയിട്ടുണ്ട്. കരിമീൻ പള്ളത്തിൽ ചെറുതോറം കിട്ടിയിട്ടുണ്ട്. തീരെ ചെറുതല്ല കേട്ടോ. കുറച്ച് അങ്ങോട്ട് മാറി കായലിൻ്റെ സൈഡിൽ വറ്റയൊക്കെ കിടന്ന് വെട്ടുന്നുണ്ട്. നമ്മൾ വറ്റയ്ക്കുള്ള ചൂണ്ടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ചെമ്മീൻ പിടിക്കാൻ പറ്റുള്ള ബോൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ട്രൈക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വെള്ളക്കൂടുതലാണ്. അതായത് ഇപ്പോൾ വേലിയേറ്റതിൻ്റെ സമയം കൊണ്ട് നമുക്ക് തോട്ടിൽ അത്യാവശ്യം വെള്ളക്കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ചെമ്മീൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം വറ്റയ്ക്ക് ഇടുന്നില്ല. അല്ലാതെ നമുക്കിപ്പോൾ ഈ കുറച്ച് വറ്റേനെ കൂടെ പിടിക്കുന്ന വീഡിയോയും കൂടെ ഇതിൻ്റെ ഒപ്പം കൂട്ടി ചേർക്കായിരുന്നു. അതെന്തായാലും നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. നമ്മൾ വറ്റയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വറ്റ തരുന്ന പറഞ്ഞാൽ നല്ല അടിപൊളി സ്ട്രൈക്ക് പറഞ്ഞ കരിമീൻ തന്നിട്ടുണ്ട് കേട്ടോ. വലിക്കുന്ന വലിയൊക്കെ ഉണ്ടാകും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലുള്ള കരിമീനാണ്. നമുക്ക് ആദ്യം കിട്ടിയ പറഞ്ഞത് വലിയ കരിമീനാണ്. ഏകദേശം നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പമൊക്കെ ഉള്ള കരിമീൻ തന്നെ കേട്ടോ. ഇതിലും വലുതൊക്കെ കിട്ടാറുണ്ട്. ഇതിപ്പം കുഴപ്പമില്ല. ഇപ്പോൾ ഉള്ളതിൽ അത്യാവശ്യം വലിപ്പമുള്ള കരിമീൻ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കൊണ്ട് പിടിച്ച മീനാണ് കേട്ടോ. നമ്മളിടയ്ക്ക് വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്ക് ഇടയ്ക്ക് റെക്കോർഡിംഗ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനുണ്ടോ എന്ന് നോക്കാനൊക്കെ പോകണം. ഈ വീഡിയോ ഒക്കെ ഒറ്റയ്ക്ക് തന്നെ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം കുറച്ച് ടൈം എടുത്ത് പിടിച്ച മീനും കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ പെട്ടെന്നൊക്കെ കിട്ടാറുണ്ട്. അത് ഇപ്പോൾ വരെയും കിട്ടിയേക്കുന്ന മീനുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മീനൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ വെള്ളത്തിട്ട് വെച്ച് ചത്തിട്ടൊന്നുമില്ല. എല്ലാം ജീവനോടെയൊക്കെ തന്നെ ഉണ്ട്. ആ കണ്ണിൽ ഹുക്ക് കയറിയതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ടോ, അത്യാവശ്യം നമ്മുടെ കൈപ്പത്തിൽ അത്രയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന പോലെ മീനിനെ കിട്ടുക വെച്ചാൽ ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ തിങ്ങിക്കൂടി ആ മലയുടെ അടിയിൽ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ ഏറ്റവും അടിയിൽ കിടക്കുന്നതൊക്കെ ചിലപ്പോൾ ചത്തുപോകും കുറച്ചധികം നേരം ഇങ്ങനെ ഇട്ട് കഴിയാൻ നേരത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വല ഇങ്ങനെ കുറച്ച് ഇതുപോലെ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് ഇപ്പോൾ എല്ലാത്തിനും ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് അധികം നേരം അങ്ങനെ കിടന്നു പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും അടിയിൽ കിടക്കുന്നതൊക്കെ ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് മാറി കുറച്ച് സ്ഥലത്തൊക്കെ ഇട്ട് നോക്കി കേട്ടോ. പക്ഷേ ചൂണ്ട നിലത്ത് നിൽക്കുന്നില്ല. ഒഴുക്കുള്ളതുകൊണ്ട് പ്രശ്നമാണ്. ഇപ്പോൾ എനിക്ക് കരിമീൻ കിട്ടില്ല. നമ്മൾ കരിമീനത്തിനടുത്ത് നമ്മൾ കായലിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ അത്യാവശ്യം വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി പോകണതുകൊണ്ട് ഇത്ര മീനുള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇരുന്നോളും. മീനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ചാകാണ്ടൊക്കെ കിടന്നോളും. അപ്പോൾ ഇതുവരെയും കിട്ടിയ മീനുകളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ട എല്ലാം
അത്യാവശ്യം എല്ലാത്തിനും ജീവനുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതുവരെ. കണ്ട സൈസ് കണ്ട, ഏകദേശം നമ്മുടെ കൈപ്പത്തിനും കുറച്ചുകൂടെയൊക്കെ വലുപ്പമൊക്കെ ഉള്ളതാണ്. കണ്ട 2-3 അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലുള്ളതുണ്ട്, ബാക്കിയുള്ളതൊക്കെ മീഡിയം സൈസും കുറച്ച് ചെറുതൊക്കെയാണ്. ഇതിനെ നമുക്ക് അധികം നേരം ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റില്ല, നമുക്ക് ജീവനോടെ തന്നെ വീട്ടിലെത്തിക്കേണ്ട. ഇതിനെ പോകുന്ന വഴിക്ക് തോട്ടിൽ കുറച്ച് വെള്ളത്തിലൊക്കെ മുക്കി വേണം, അങ്ങനെയൊക്കെ വേണം വീട് വരെ ഒന്ന് എത്തിക്കാനായിട്ട്. വീട്ടിലോട്ട് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. നമുക്കിതിനെ തൽക്കാലം ഇപ്പോൾ വലകളൊക്കെ ആക്കിയിട്ട് നമുക്ക് കായൽ കുറച്ച് നേരം ഇട്ട് വെക്കാം. കുറച്ചൊന്ന് ആക്റ്റീവായി കഴിയാൻ നേരത്ത് പതി എടുത്തുകൊണ്ട് പോകും. നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണ ഫിഷിങ് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 6 സെൻറ്റ് വരുന്ന പോണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നേരത്തെ മീനും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് നിർത്തി വെച്ചേക്കുക. ഇപ്പോൾ അത് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് താറാവിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. ബ്രോയിലർ താറാവാണ്, വിഗോവ എന്ന് പറയും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 200 ക്വാണ്ടിറ്റിയൊക്കെ ഇടാൻ പറ്റുന്ന ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് വീട്ടിൽ തന്നെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതെല്ലാം വരെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ആട്ടെ. ഈ പറഞ്ഞ പോണ്ടും ഈ പറഞ്ഞ ഡക്കിൻ്റെ ഷെഡും എല്ലാം വീട്ടുമുറ്റത്ത് തന്നെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും കൂടെയൊക്കെ നമ്മുടെ ചാനൽ ഉൾപ്പെടുത്താം. നമുക്ക് വീട്ടിൽ ഫാമും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കൂടുതൽ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഏകദേശം ഒരു ന്യൂട്രലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന നമുക്ക് ഉള്ള സ്ട്രഗിളും കാര്യങ്ങളും, അപ്പോൾ അതുപോലെ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലോസ് ചെയ്യുന്ന നമുക്ക് റിക്കവറായി വരാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് തുടക്കം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതേപോലെ വീട്ടിലെന്തെങ്കിലും ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾക്കത് കൂടുതൽ ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.